ഞാനിനി പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വെറുക്കരുത് പ്ലീസ്. ബിക്കോസ് യുദ്ധത്തിൽ ഒറ്റ നിയമേ ഉള്ളൂ, ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏറ്റവും വിജയം കണ്ട മൂവ്മെന്റിലൊന്നാണ്. അല്ലെ, നമ്മുടെ മെന്റാലിറ്റി അതായിരിക്കണം, ഡു ഓർ ഡൈ ആയിരിക്കണം. ഓരോ PSC പരീക്ഷയും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി നിശ്ചയിക്കുന്ന യുദ്ധഭൂമിയാണ്. ഈ മെന്റാലിറ്റിയിൽ പഠിച്ചത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടും തന്നെയാണ് പല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചതും എൻ്റെ സ്റ്റുഡൻസ് പല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നു. KSന്റെ റാങ്ക് 1 അല്ലെങ്കിൽ മറ്റ് പല പരീക്ഷ സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷ അടക്കമുള്ള എക്സാംസിന്റെ ടോപ്പ് റാങ്ക് നമുക്ക് നേടാൻ സാധിച്ചതും ഈ ഒരു മെന്റാലിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. കാര്യം, നിങ്ങൾ ഓരോരുത്തരുമായിരിക്കണം കട്ട് ഓഫ് പുഷ് ചെയ്യേണ്ടത്. അല്ലാതെ കട്ട് ഓഫിനെ പറ്റി ആലോചിച്ച് പേടിക്കുന്ന വിദ്യാർത്ഥികളായി മാറിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് പേടിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഒന്നുകിൽ പ്രിഡേറ്റർ ആവണം അല്ലെങ്കിൽ പ്രേ ആവണം. എന്താവണം എന്നുള്ള ചോയ്സ് നിങ്ങളുടെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിം സ്റ്റേജ് 1 ഒരു അനാലിസിസ് വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ അടങ്ങിയ ഈ PDF ആണ്. ഇപ്പൊ സ്റ്റേജ് 2, 3 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PDF യൂസ് ചെയ്യാം. എങ്ങനെയാണ് കറക്കി കുത്തേണ്ടതെന്നും എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടതെന്നും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ വിജയത്തിന്റെ മന്ത്രം, ആ ഡു ഓർ ഡൈ എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി സക്സസ്ഫുൾ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കുക. ഇതാണ് നമ്മുടെ തന്ത്രം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. അല്ല, ആരോ നിശ്ചയിച്ച കട്ട് ഓഫിലേക്ക് എത്തിപ്പിടിക്കാൻ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കില്ല നിങ്ങൾ. അപ്പൊ ഈ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് ദയവായി ഇത് കട്ടൊക്കെ ഇങ്ങ് പഠിക്കുക. ഇനി വരാൻ പോകുന്ന ഈ പ്രിലിംസിനാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വിത്ത് പ്രൂഫ്. ക്ലാസ്സിലെ നോട്ട്സും ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരാൻ പോകുന്ന എക്സാംസ് അതിന് എന്തെല്ലാം ചോദ്യങ്ങൾ വരുമല്ലോ, ലോജിക്കലാണത്. അതിനോടൊപ്പം എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഒന്നും അറിയാത്ത ചോദ്യങ്ങൾ പോലും കറക്റ്റ് കുത്തേണ്ടത് ഞങ്ങളെ ഇപ്പം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. എന്നോട് കട്ടൊക്കെ അങ്ങ് ഇരിക്കാം. ഓക്കെ, ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. അപ്പൊ ഒന്നാമതായി നമ്മൾ പോകുന്നത് ആഴത്തിലുള്ള പഠനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറക്കി കുത്ത് തന്നെയായിരിക്കും. ബിക്കോസ് കറക്കി കുത്തിയാൽ മാത്രം ജയിക്കാൻ പറ്റത്തില്ല, ആഴത്തിലുള്ള പഠിക്കണം, ആഴത്തിൽ പഠിപ്പിക്കണം. ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. ഈ പ്രിലിംസ് പരീക്ഷയിൽ ഏറ്റവും ചലഞ്ചിങ് ചോദ്യം എന്ന് എല്ലാവരും വിലയിരുത്തി ഈ ചോദ്യം, GR ഇന്ദുഗോപന്റെ നോവൽ അനോ. ഈ ചോദ്യം ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ കുട്ടികളെ പഠിപ്പിച്ചതാണ്. ഇതിനെ കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിനകത്ത് കൃത്യമായി പറഞ്ഞു, 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഈ ബുക്ക് GR ഇന്ദുഗോപന്റെ ബുക്കാണെന്ന് കൃത്യമായിട്ട് അസോസിയേറ്റ് ഫാക്ടറിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാതെ മനസ്സിലായി. ഇതിന്റെ ഉത്തരം എയിലേക്ക് എത്താവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സിനോ റീൽസ് ഉണ്ടാക്കാനോ ഗ്രാഫിക്കൽ വീഡിയോ ചെയ്യാനോ ബഡ്ജറ്റ് കളയാറില്ല. ഞങ്ങൾ റിസർച്ചിനാണ് ഞങ്ങളുടെ ഓരോ രൂപ ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം റാങ്ക് മേക്കിംഗ് ചോദ്യം ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതും ഞങ്ങളുടെ കുട്ടികൾ ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നത്. സോ ഇതൊരു ചലഞ്ചിങ് ചോദ്യമല്ല. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ മനസ്സിലാക്കുക. അതാണ് ആഴത്തിൽ പഠിക്കുന്നവനെ ബീറ്റ് ചെയ്യാൻ ആർക്കും ഒക്കത്തില്ല. ഈ ഒരു ചോദ്യം നോക്കുക. ഇപ്പൊ ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡിനെ പറ്റി ചോദിച്ച ചോദ്യമാണ്. ഇതൊന്നും ഡിഫിക്കൽട്ട് ചോദ്യമല്ല. ഞാൻ നമ്മുടെ ക്ലാസ്സിലും പറയുന്നത് കഴിഞ്ഞ ഒരു 2023 മുതൽ 26 വരെയുള്ള ഡേറ്റ പഠിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് കുട്ടികൾ വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഇപ്പൊ നടത്തിയ ക്രാഷ് കോഴ്സ്, ഞങ്ങൾ ഡിഗ്രി പ്രിലിംസ് ക്രാഷ് കോഴ്സിൽ കുട്ടികൾ കൊടുത്ത നോട്ടാണിത്. പഠിക്കാൻ പറയുന്നത് ഇവിടുന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ടേബിളിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദയവായി ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് മര്യാദയ്ക്ക് പഠിക്കാം. കാര്യം എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. പ്രിലിംസ് ക്വാളിഫയിങ് ആണ്, എന്നാൽ പോലും പ്രിലിംസിൽ ഹൈ കട്ട് ഓഫിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും പാസ്സാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ചലഞ്ചിങ് ചോദ്യമാണിത്. കൗൺസിൽസ് ഓഫ് ഇന്ത്യ ആക്ട് 1909 പറ്റിയുള്ള ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കണം. നമ്മുടെ യൂട്യൂബിനകത്ത് ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു പ്ലേലിസ്റ്റ് കാണാം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തു നിന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇങ്ങനെ അത്ര റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും തയ്യാറാക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഒരു ഐഡിയ മനസ്സിലായാലോ? എങ്ങനെ ഒരു അഫോർഡബിൾ ഫീസിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 2, സ്റ്റേജ് 3 ഒക്കെ ഒരു ക്രാഷ് കോഴ്സാണ് നിങ്ങൾ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴത്തിൽ പഠിക്കാനും സ്മാർട്ട് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ ചെറിയൊരു ഫീസ് സ്ട്രക്ചറിൽ ഞങ്ങളുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ 499 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ടെസ്റ്റ് സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് പറയാൻ വന്നു കൂടുതൽ.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായില്ല എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടതെന്നുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നേപ്പാൾ ഹിമാലയാസിന്റെ ഒരു പേരാണ് ഈ സോറി അരുണാചൽ ഹിമാലയാസ് അല്ലെ, അരുണാചൽ ഹിമാലയാസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആഴത്തിൽ പഠിക്കുക. ഈ പറയുന്ന പോലെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അസാം ഹിമാലയാസ് ആണ് വരുന്നത് അല്ലെ. അരുണാചൽ ഹിമാലയാസ്, അസാം ഹിമാലയാസ് സിനോണിമസ് ആണ് നമ്മൾ പലർക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നീട് ഇനി താഴോട്ട് കാണിക്കുന്നതൊക്കെ ഓരോന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. പണ്ടര പട്ടമായിക്കോട്ടെ എല്ലാം ഇതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ് ആണെന്ന് എനിക്കറിയാം. വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പം അതിലേക്ക് വരാം. ഓക്കെ, ഇതൊക്കെ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ വായിച്ചെങ്കിൽ പഠിച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ വളരെ ആഴത്തിൽ തന്നെ ടെസ്റ്റ് സീരീസിനകത്ത് കവർ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സൈബർ അറ്റാക്ക് എന്നൊക്കെയുള്ളത്. ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ സഹിതം പ്രിഡിക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എഗെയിൻ ആഴത്തിലുള്ള പഠനവും സ്മാർട്ട് വർക്കും അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഡിഫറെന്റ് ടു ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസിനകത്ത് അസോസിയേറ്റഡ് ഫാക്ടിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഡിഫിക്കൽട്ട് ചോദ്യമാണെന്ന് ആര് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എനിക്കിനി നിങ്ങൾക്ക് ട്രെയിനിങ് തരാനുള്ളത് കറക്കിക്കുത്തിന്റെ മാജിക്കിലേക്കാണ്. കറക്കിക്കുത്തിന്റെ മാജിക്. ആരൊക്കെ കറക്കി കുത്തരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ അവർ വിശ്വസിക്കരുത്. ഇപ്പൊ പലരും ചോദിക്കുന്ന കാര്യം, എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കറക്കി കുത്താനൊക്കെ പറ്റുമോ? ആഴത്തിൽ പഠിച്ച കോൺഫിഡൻസ് ഉള്ളതിന് പറ്റും. ഇതേ എക്സാം ഹോളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന് പുതിയ പാറ്റേണിൽ PhD പരീക്ഷ പാസ്സായി റാങ്ക് അടിച്ചവനാണ് ഞാനിത് പറയുന്നതിന് റീസൺ, ഞാൻ പറയുന്നതിന് വിശ്വാസ്യത വേണമല്ലോ. പറയുന്നതിന് വിശ്വാസ്യത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ ഇങ്ങനെ പറയുന്നത്. കൃത്യമായിട്ടുള്ള പരിശീലനം. അത് നിങ്ങൾ ഒരു കോഴ്സ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കറക്റ്റായി ഫോളോ ചെയ്താൽ പോലും നിങ്ങൾക്ക് എക്സാം ഹോളിൽ കറക്കി കുത്താനുള്ള കഴിവ് കിട്ടും. അതിന് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഈ ഒരു ചോദ്യം നോക്കിയേ, നാനോ കോട്ടിംഗ്, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്? ഇതൊക്കെ സ്കിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ മണ്ടന്മാരും മണ്ടികളും എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം PhDയുടെ പാറ്റേൺ മാറിയിട്ട് ഇപ്പോൾ 6-7 വർഷമായി. 2019 മാറിയ പാറ്റേൺ ആണ്. ഇതുവരെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം. എവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത് ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഈ ചോദ്യം നോക്കൂ, നാനോ കോട്ടിംഗ്, മെഡിക്കൽ ഇംപ്ലാന്റ്സ് അല്ലെ, മെഡിക്കൽ ഇംപ്ലാന്റ്സ്. അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാനോ കോട്ടിംഗ് ചെയ്യും. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നാനോ കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇമ്പാക്ട് കുറയുന്നത്? അതാണ് ചോദ്യം. നാനോ ടെക്നോളജിയുടെ ഒരേ ഒരു ഗുണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ഗുണം, അതിന്റെ സൈസ് ചെറുതാണ്. മോളിക്കുലർ ലെവലാണ് അതിന്റെ സൈസ് ഇരിക്കുന്നത്. സൈസ് നാനോ ആണ് സൈസ്. അത്ര ആലോചിച്ചത് ചെറിയ സൈസാണ്. ആ ഒരു കോൺസെപ്റ്റുമായി ബന്ധമുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാ? റിലീസസ് ഹീറ്റ് കണ്ടീഷൻ. ഭയങ്കരമായിട്ട് ചൂട് ഇങ്ങനെ ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മുടെ ബോഡിക്കകത്ത് ഇംപ്ലാന്റ് ചെയ്തെങ്കിൽ നമ്മൾ ചത്തുപോകത്തില്ലേ പിള്ളേരെ? ഇന്ററാക്ട് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ. ഇത് തെറ്റാന്ന് പറയാം. നാനോ ടെക്നോളജി കൊണ്ട് സോപ്പ് ഉണ്ടാക്കി തരുന്നത്. നാനോ ടെക്നോളജിന്റെ സോപ്പ് ഉണ്ടാക്കി, നാനോ ടെക്നോളജി ഷാമ്പു ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇന്ററാക്ട്സ് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇത് നാനോ ടെക്നോളജിയെ പറ്റി എന്തെടുത്തും എവിടെയും ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് ശരിയാണ്. ഈ ഇംപ്ലാന്റിന്റെ കേസ് മാത്രമല്ല. ഇപ്പം ചൊറിക്കുള്ള ഓയിൻമെന്റ് സങ്കല്പിക്കാം. ബഷീർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സുഖമുള്ള കാര്യം വരട്ടച്ചൊറിയാണ് അല്ലെ. ബഷീറിനെ കോട്ട് ചെയ്യാൻ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. അതെ. അപ്പോ ചൊറിക്കുള്ളൊരു നാനോ ടെക്നോളജി ഓയിൻമെന്റ് കണ്ടെത്തുന്നിരിക്കുക. അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് ഇന്ററാക്ട് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ. അതൊരു ചൊറി മാറുന്നു. എന്നാലും ശരിയാവില്ല. അത് ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഇൻക്രീസസ് ഇംപ്ലാന്റ് സൈസ്. നാനോ എന്ന് വെച്ചാൽ തന്നെ ചെറുതാണ്. അപ്പൊ നാനോ ടെക്നോളജി സൈസ് കൂടുമോ? ഇതെന്താണ് അലുവയും മത്തിക്കറിയും പോലുള്ള സാധനം? റെഡ്യൂസസ് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടുകയല്ലേ നാനോ ടെക്നോളജി ചെയ്യുന്നത്? എല്ലാം പോട്ടെ, ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാ? ബി. ഇതൊക്കെ ലോജിക്കലാണ്. ഇത് ഇങ്ങനെ ആലോചിച്ച് ഉത്തരം എഴുതണം. നിങ്ങൾ പ്രിലിംസ് ഒരുപക്ഷെ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിച്ച് കാല് തട്ടി പാസ്സായെന്ന് വരാം. പക്ഷെ മെയിൻസിന് നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായിക്കൊണ്ടായിരിക്കും മെയിൻസ് പാസ്സാവത്തില്ല. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ പഠിക്കുന്നെങ്കിൽ മെയിൻസിന് വേണ്ടി മാത്രമേ പഠിക്കാവൂ. ഇപ്പൊ ഞങ്ങളുടെ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ മെയിൻസിന് വേണ്ടി അങ്ങ് പഠിപ്പിക്കും. അപ്പൊ അത് പ്രിലിംസ് ഓട്ടോമാറ്റിക് കവറായി പൊക്കോളും. നിങ്ങൾക്ക് അതിലൊരു മാജിക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം പ്രിലിംസിന് ഡേറ്റ് കുറവാണ്. അപ്പൊ ഇനി നമ്മൾ പ്രിലിംസ് എക്സ്ക്ലൂസീവ് ടോപ്പിക്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞതാണ്. ഈ ഒരു ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റ്, അഗെയിൻ ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്ത. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് സീരീസിനകത്ത്. കണ്ടോ? ഇത് മാത്രം മതി. ഇതൊന്നും വായിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. എങ്ങനെയാണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് അല്ലെ, തണ്ണീർത്തട സംരക്ഷണ പരിപാടികൾ. ഇത് എങ്ങനെയാണ്, എന്തിനാണ് ഗുണം ഉണ്ടാക്കുന്നതെന്നാണ് ചോദ്യം അല്ലെ. ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം, മണ്ണ് ഇതിനൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ തണ്ണീർത്തടം പോട്ടെ, തെങ്ങിൻ തോപ്പ് നിങ്ങൾ നട്ടുപിടിപ്പിച്ചെന്നിരിക്കട്ടെ, അല്ലെ ചക്ക, പ്ലാവ് നിങ്ങൾ നട്ടുപിടിപ്പിച്ചെന്നിരിക്കട്ടെ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നില്ലേ? പ്രകൃതിദത്തമായി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നെൽപ്പാടങ്ങൾ നമ്മൾ വെള്ളം കെട്ടിക്കിട്ടല് ചെയ്യാം.
അപ്പോൾ ഇത് ഏതൊരു അഗ്രികൾച്ചറൽ പ്രോസസ്, നേച്ചർ ബേസ്ഡ് പ്രോസസ്സിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കത്തില്ലേ? കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ. വേണമെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാൻ വേണ്ടി ചോദിക്കാം, ഷുഗർ കെയിൻ വെച്ച് പിടിപ്പിച്ചാലോ, യൂക്കാലിപ്സ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലോ നമുക്ക് ചോദിക്കാം. അത് വെള്ളം കൂടുതൽ വലിച്ചെടുത്ത് മണ്ണിനെ ഇതിനെ നശിപ്പിക്കുന്നതാണ്, സമ്മതിക്കുന്നു. പക്ഷെ അതാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറഞ്ഞത്. ജനറലി ആലോചിക്കാം, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും എക്സെപ്ഷൻസ് കാണും എന്ന് പറഞ്ഞ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? അതിന് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ജനറലി ഉള്ള ഒരു കോമൺ സെൻസിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. തണ്ണീർത്തടം നമ്മൾ സംരക്ഷിക്കുന്നത് ഇൻഡസ്ട്രിയെ ഗ്രോ ചെയ്യാനോ അല്ലെങ്കിൽ അർബൻ വാട്ടർ സപ്ലൈക്കോ ആണ്. അർബൻ സെന്റേഴ്സിനെക്കാളും കൂടുതൽ തണ്ണീർത്തടങ്ങൾ ഗ്രാമപ്രദേശത്തിലുള്ളത്. എക്സ്പാൻഡ് ഇറിഗേഷൻ സബ്സിഡീസ്, ഇതൊക്കെ തെറ്റാണ്. ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക, എളുപ്പപ്പണി ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ നോക്കുക. ഇത് യുദ്ധഭൂമിയാണ്, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. എങ്ങനെ ആയാലും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കണം. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടിക്ക് ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം. ഡീസെൻട്രലൈസേഷൻ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചോദ്യം, അല്ലെ? ഈ കൂട്ടത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഗുണമുള്ള ഒരേ ഓപ്ഷൻ ഏതാ? ഇത് ദോഷമാണ്. ബഡ്ജറ്റിന്റെ വിഹിതം കുറയുന്നത് ദോഷമാണ്. ഇത് നല്ലൊരു കാര്യം. പ്രാദേശിക ഉത്തരവാദിത്വം, ആസൂത്രണം മെച്ചപ്പെടൽ ഗുണമാണ്. ഇത് പരിമിതപ്പെടുത്തുന്നു, മോശമാണ്. ജുഡീഷ്യൽ പരിശോധന, ഇത് ബാക്കിയെല്ലാം മോശമാണ്. നിങ്ങൾ ചോദ്യം വായിച്ചില്ലെങ്കിൽ പോലും 4 ഓപ്ഷനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അല്ലേ? ഫലപ്രദമായ എന്നാണ് പറയുന്നത്, അല്ലെ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഫലപ്രദമായെന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് എഫക്റ്റീവ് ആയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെടുന്നു എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ബി ആണ്. നമ്മൾ ഇങ്ങനെ വേണം ചിന്തിക്കുന്നത്. ഓരോ വരിയും വായിച്ച് അതിനെ ആലോചിച്ച് അതിനെ ഡെസിഫർ ചെയ്ത് ആലോചിച്ച് കുളമാക്കി നിങ്ങളുടെ ലൈഫാണ് പോകുന്നത്. മറ്റൊരു ചോദ്യം നോക്കൂ. തൊഴിൽ നിർമ്മാണത്തിന് അടിസ്ഥാനപരമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഏറ്റവും, അതായത് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഏതാണെന്നാണ് ചോദ്യം, അല്ലേ? ഇതിനകത്ത് ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പിള്ളേരെ. സംസ്ഥാനത്തിന്റെ ഇടപെടൽ, സ്റ്റേറ്റിന്റെ ഇടപെടൽ ഇല്ലാതെ കരാറിന്റെ സ്വാതന്ത്ര്യം, അസമമായ വില, പക്ഷേ അസിമെട്രിക്കൽ ബാർഗനിങ് എന്ന് പറയല്ല. മുതലാളിക്ക് ഭയങ്കര ബാർഗനിങ് പവർ ആയിരിക്കും, തൊഴിലാളിക്ക് ബാർഗനിങ് പവർ കാണത്തില്ല. ഇതിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വെറും മണ്ടൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? അപ്പൊ ബി അല്ലേ ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? എനിക്കറിയാം നിങ്ങൾ പെട്ടെന്നാണ് ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കാൻ ടൈം എടുക്കുന്നറിയാം, ടൈം എടുത്തുള്ളൂ. പക്ഷെ ഇമ്പോസിബിൾ ടാസ്ക് അല്ല. നമുക്ക് ജോലിക്ക് നേടാൻ നമ്മൾ എന്തും ചെയ്യും. ഇതൊക്കെ സിവിൽ സർവീസസ് പ്രിലിംസിന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്നാണ് PSC ഇതൊക്കെ അടിച്ചു മാറ്റുന്നത്. എല്ലാവരുടെയും പേര് PSC ഈ പാറ്റേൺ മാറ്റും എന്നുള്ളതാണ്. അടുത്തൊരു 15 വർഷത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം UPSC പ്രിലിംസ് കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഈ പാറ്റേണിലാണ്. PSC ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ പാറ്റേൺ ഒന്നും ഒക്കത്തില്ല. നിങ്ങൾ ഈ പൊട്ടങ്കിണറ്റിലെ തവളകളെ പോലെ ചിന്തിക്കുമ്പോഴാണ് ഇതിനൊക്കെ പ്രശ്നം പറ്റുക. ഞാനിത് ഐ എം സോറി ടു യൂസ് ദീസ് വേർഡ്സ്. കാരണം ഇപ്പോഴും പിള്ളേരെ ഈ പാറ്റേണിനെ പറ്റി ചിന്തിക്കും, ഇതിന് മാറുമെന്നാണ് പഠിക്കുന്നത്. രാജസ്ഥാൻ PSC നിങ്ങൾ എടുത്ത് നോക്കുക, തമിഴ്നാട് PSC എടുത്ത് നോക്കുക, ആന്ധ്ര, തെലങ്കാന PSC പരീക്ഷ എടുത്ത് നോക്കുക. അതൊക്കെ ഈ പാറ്റേണിലാണ് ഇവൻ കുറെ കാലമായിട്ട് വരുന്നത്. PSC ആ ഒരു ലീഗിൽ, ക്ലബിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. സോ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴും എലിമിനേഷൻ ടെക്നിക്സിനെ എതിർക്കുന്ന വലിയൊരു മാഫിയ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ റീസൺ രണ്ടാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ധാരണയില്ല. ഓൾഡ് സ്കൂൾ ടീച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്ക് അവരോട് ക്ഷമിച്ച് അവരെ മാറ്റി നിർത്താം. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ടോക്സിക്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ മറ്റുള്ളവർ ഇത് പരിശീലിച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുന്നുള്ളത് കൊണ്ട് എലിമിനേഷൻ ടെക്നിക്സിനെ കുറ്റമനോ നടക്കും. എന്നിട്ട് അവരത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. മനസ്സിലായി, ദൂടായി പണി നടക്കില്ല, എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവില്ല എന്നൊക്കെ പറയും. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് റാങ്ക് 1 കഴിഞ്ഞ 10 വർഷത്തെ റാങ്ക് 1 കിട്ടിയ വ്യക്തികളുടെ വീഡിയോസ് എടുത്ത് നോക്കുക. അവർ എങ്ങനെയാണ് പ്രിലിംസ് പാസ് ചെയ്യുന്നത് അവർ പറയുന്നത് കേട്ട് നോക്കാം. ആ പാറ്റേൺ ആണ് ഇപ്പം കേരള PSC. കറക്കി കുത്തു തന്നെയാണ് എല്ലാവരും ചെയ്തത്. സോ ഇതിനെ എതിർക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും ഇതിനെ എതിർക്കുന്ന ആൾക്കാർ, അവരെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു. അവരൊരു പക്ഷേ നല്ല രീതിയിൽ റാങ്കിലേക്ക് വരുന്നുണ്ടായിരിക്കാം, സ്റ്റിൽ ഇതിനെ എതിർക്കുന്നുണ്ടായിരിക്കാം. അതിന് റീസൺ ഇതാണ്, കോമ്പറ്റീഷൻ കൂടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പണിയാണ്. കുറ്റം പറയാൻ പറ്റില്ല, കാര്യം യുദ്ധമാണ്, ഡു ഓർ ഡൈ തന്നെയാണ് അത്. പക്ഷെ നിങ്ങളുടെ തലച്ചോറ് പണയം വയ്ക്കാതെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു ചോദ്യം നോക്കിയേ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ബ്രോഡർ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പോൾ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനകത്ത് ഇന്ത്യയുടെ റാങ്കിങ് സഹിതം ഇനി അടുത്ത പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ നോക്കി വെച്ചോ, 130 റാങ്കിങ് 2025 റിപ്പോർട്ട് പ്രകാരം, അല്ലെ? മറ്റൊരു ചോദ്യം, 27ാമത്തെ ചോദ്യം, സാറ്റലൈറ്റ് ഇമേജിനറി. ഇതൊക്കെ റിമോട്ട് സെൻസിങ് പഠിക്കാതെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സാറ്റലൈറ്റ് ഉപയോഗിച്ച് പാഡി ഫീൽഡ്സ്, അല്ലെ, നെൽപ്പാടങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. സാറ്റലൈറ്റ് മേലിലാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാലോ.
അതെന്തായാലും ഗ്രൗണ്ട് ബേസ്ഡ് സർവേ, ഗ്രൗണ്ടിലുള്ള സർവേ അല്ല, മേലിൽ നിന്നുള്ള സർവേ ആണ്, ഗ്രൗണ്ട് ബേസ്ഡ് സർവേ അല്ല. അറ്റ്മോസ്ഫിയറിനെയാണോ നമ്മൾ അസസ് ചെയ്യുന്നത്? പാഡി ഫീൽഡിനെ അല്ലേ, ഈ നെൽപ്പാടങ്ങളിൽ നമ്മൾ നോക്കുന്നത്, അല്ലാതെ ആ അന്തരീക്ഷത്തിനാണ് നോക്കുന്നത്. അപ്പൊ ഇതുമല്ല. അറ്റ്മോസ്ഫിയർ കെമിസ്ട്രി ആണ് നോക്കുന്നത്, പാഡി ഫീൽഡ് കൾട്ടിവേഷൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മോണിറ്ററിങ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നാനോ ടെക്നോളജി ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 28ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിയേ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരും, ഒരു കട്ടി ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നുവിടാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നുവിടാം. അതിന്റെ ഉത്തരം നിങ്ങൾ ഇപ്പം കമന്റ് സെക്ഷനിൽ പറയാം, ഞാൻ കാണിച്ചു തരാം. 28ാമത്തെ ചോദ്യം, എ ഹിൽ വില്ലേജ് റീപ്ലേസസ് ഡീസൽ ജനറേറ്ററിനെ മാറ്റി മൈക്രോ ഹൈഡ്രോ സിസ്റ്റം കൊണ്ടുവന്നു. അതിന് ഗുണം എന്താണെന്ന് ചോദ്യം. ഡീസൽ കത്തിയ പുക വരും, പൊല്യൂഷൻ ആവും. ഡാമിൽ നിന്ന് പുകയും പൊല്യൂഷൻ, ഹൈഡ്രോ സിസ്റ്റത്തിൽ നിന്ന് പുകയും പൊല്യൂഷൻ വരാറില്ല അല്ലേ. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? റിഡക്ഷൻ ഇൻ പൊല്യൂഷൻ ആൻഡ് ഫോസിൽ കോസ്റ്റ്. ബാക്കി എല്ലാം കോമൺ സെൻസിന് എതിരാണ്. അപ്പൊ സി മാത്രമാണ് കോമൺ സെൻസിന് അനുകൂലമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാ. ഇതൊക്കെ കട്ടിച്ചോദ്യമല്ല, ഇതൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇവര് വൈകിട്ട് എനിക്ക് മെസ്സേജ് അയച്ച്, എത്ര സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചെന്നറിയോ? ഈ ചോദ്യം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തു. നമ്മുടെ ഞാൻ മിക്കവാറും ഇന്റൻസീവ് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ് നമ്മുടെ ബാച്ചിൽ സ്ഥിരമായി ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. ചോദ്യം നോക്കാം. എസ്റ്റോ ഡ ഇന്ത്യ ഈസ് പോപ്പുലർലി നോൺ ആസ്. പോർച്ചുഗീസ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഡച്ച് ആണോ, ഫ്രഞ്ച് ആണോ? ഈ ഡ എന്ന് പറയുന്ന പേരിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡ ഡ ഡ ഒരു കേരളത്തിൽ കാലുകുത്തിയ യൂറോപ്യൻ ഓർമ്മയുണ്ടോ? ആ ഡ ഏത് രാജ്യത്തിലെ ആളുടെ പേരിനൂടാണ് ഡ ഉള്ളത്? പക്ഷെ നിങ്ങളിപ്പോ കുറെ ആലോചിക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ രാജ്യത്തിലെ ആൾക്കാരുടെ പേരിനോട് ഡ കാണും. എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ എന്ന് പറയുന്ന വാക്ക് പേരിനോടൊപ്പമുള്ള ആ വ്യക്തി ഉറുമി സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി ഏത് രാജ്യക്കാരനെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് ഉത്തരം നമുക്ക് കിട്ടും. കമന്റ് ചെയ്യുക, ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാം. കാര്യം നിങ്ങളുടെ ജീവിതമാണ്. നമ്മൾ ആഴത്തിൽ പഠിക്കും, കറക്കി കുത്തും, കട്ട് ഓഫും പുഷ് ചെയ്യും. ഒരു സംശയവും വേണ്ട. ഈ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട കേട്ടോ. ഇక ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കണം എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. ക്രാഷ് കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിം സ്റ്റേജ് 2, 3 ഉള്ള കുട്ടികൾക്ക് ഹോട്ട് ടോപ്പിക്സ് എടുത്ത് വെച്ച് തന്നെ ഞങ്ങൾ റിവിഷനും ഇന്റൻസീവ് ട്രെയിനിങ് ഒക്കെ നടത്തും. ഈ കഴിഞ്ഞ പ്രിലിംസിലെ ചോദ്യ പേപ്പറുകൾ വെച്ച് നിങ്ങൾക്ക് പരിശീലനം കിട്ടും. ടെസ്റ്റ് സീരീസ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. 10 ഫുൾ ടെസ്റ്റ്, 30 മൈക്രോ ടെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി നമ്മുടെ മെയിൻസ് പഠിച്ചു തുടങ്ങുന്ന ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെയുള്ള മെയിൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ മെയിൻസ് പരീക്ഷകൾ തയ്യാറെടുക്കുന്നതിൽ കോംബോ ബാച്ചും കിട്ടും. 2 എണ്ണം സെപ്പറേറ്റ് പർച്ചേസ് ചെയ്ത് കാശ് കളയണ്ട. നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ കോംബോ ബാച്ച് ലഭിക്കും. നമ്മൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യും, അതിൻ്റെ കൂടെ കട്ട് ഓഫും പുഷ് ചെയ്യും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും കമന്റ് സെക്ഷനിൽ പറഞ്ഞ് നോക്കട്ടെ.